ഓക്കെ, അപ്പം റെഡി തുടങ്ങാം അല്ലേ? പിന്നെ. KGF-ന്റെ വിശേഷം തന്നെ നമുക്ക് ആദ്യം കേട്ട് കളയാം. കാരണം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന അതാണല്ലോ. സാക്ഷാൽ യഷിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്ത ഒരാളെ നമുക്ക് കാണാൻ പറ്റിയിരിക്കുകയാണ്. അപ്പൊ പറയൂ, KGF 1 and 2 രണ്ടും താങ്കൾ തന്നെയാണല്ലോ ഡബ് ചെയ്തിട്ടുള്ളത്. ഇനി 3-ന് വേണ്ടിയിട്ട് താങ്കൾ വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളും. അല്ലേ? അതെ അതെ അതെ, അതാണ് പറയുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡബിങ് എക്സ്പീരിയൻസ്? അല്ല, അത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ഇവിടെയാണ് നമ്മൾ ട്രിവാൻഡ്രത്താണ് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ബാംഗ്ലൂരായിരുന്നു. എൻ്റെ ടോട്ടൽ വർക്ക്സ് ഒരു 1.5 വർഷത്തോളം ഉള്ളൊരു പ്രോസസ്സായിരുന്നു സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തത്. ശങ്കർ രാമകൃഷ്ണൻ സാറാണ് അതിൻ്റെ റൈറ്ററായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വോയിസ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു. നമ്മൾ സാധാരണ ഒരു കാരണം ആ വോയിസ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിലിമിന്റെ ഒരു ഡെപ്ത് പോകും. അപ്പോൾ ഇതിൽ ശങ്കർ സാർ അതിൽ റൈറ്ററായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് നമ്മുടെ മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് നടീനടന്മാരെ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് വോയിസ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ഒരു സമയം അതിന് വേണ്ടിയിട്ട് ഓഡിഷൻ പോലെ തന്നെ ആക്ടേഴ്സ് വരുന്നു, അവരുടെ വോയിസസ് അതിന് വേണ്ടിയിട്ട് ക്യാരക്ടറിന് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണ്ട കുറച്ച് ആക്ടേഴ്സ് ഇതിൽ വർക്ക് ചെയ്തേ ഉള്ളൂ. ഇതിന് മുമ്പിൽ ബാക്കിലൊരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് പാർട്ടിലാണോ സെക്കൻഡ് പാർട്ടിലാണോ കൂടുതൽ ഡയലോഗ്സും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് ഏതിലാണ്? എനിക്കിതൊന്നും ബുദ്ധിമുട്ടെന്ന് പറയുന്ന അല്ല, അതിന് അങ്ങനെ പറയരുത്. അതിപ്പോൾ സ്വാസിക അത് പറഞ്ഞ നാളെ ട്രോളാവും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ സ്വാസികയ്ക്ക് തന്നെ ആക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ഒരു സംഭവം കിട്ടിയാലാണ് സ്വാസികയ്ക്ക് സന്തോഷമാണ്. പിന്നെ ഒരു ആക്ടർ അവിടെ നിന്ന് ഒരു പെർഫോമൻസിലൂടെ ചലഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നമുക്കത് പെർഫോം ചെയ്യാനുള്ള ആഗ്രഹം കൂടുകയും അത് ചിലപ്പോൾ ശരിയാവില്ല. എനിക്ക് ഫസ്റ്റ് ടേക്ക് മാജിക് എന്ന് പറയുന്ന പരിപാടിയൊന്നും വേണ്ട, അതൊന്നും വിട്ടേക്കും. നമുക്ക് ആ സമയമെടുത്ത് കൃത്യമായിട്ട് അവസാനം തീരുന്ന 60ഓ 70ഓ ടേക്ക് കഴിഞ്ഞിട്ട് ശരിയായാൽ മതി. അതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പൊ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പരിപാടി ഇല്ല ഇതിനകത്ത്. ഇനി ദേവയാനിയുടെ കാര്യത്തിലേക്ക് കൊടുക്കുക. അതായത് ജയഭീമിലെ വിശേഷം നമ്മുടെ ലിജോ മോൾക്ക് വേണ്ടിയിട്ട്, ലിജോ മോളുടെ അഭിനയത്തിനെ കുറിച്ചിട്ട് എല്ലാവരും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു. അതിന് മലയാളത്തിൽ വന്നപ്പോൾ ദേവയാനിയുടെ ശബ്ദവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു സ്ലാങ് അവിടെ തമിഴിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, മലയാളത്തിൽ ചെയ്തപ്പോൾ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയിരുന്നു? ചെറുതായിട്ടൊക്കെ. അതായത് ആക്ച്വലി അവരെന്നോട് പറഞ്ഞത് ലൈക്ക് കുറച്ച് ഭയങ്കര ലോക്കലി സംസാരിക്കുന്ന രീതിയിൽ മതി. പിന്നെ കുറച്ച് എന്താ 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 എന്തരെണ്ണ എന്നല്ല, എന്നാലും എന്താ അണ്ണ, അങ്ങനെ ഒരു ലൈക്ക് ആ ഒരു കൾച്ചറിലുള്ളവരാണ് അവർ. പിന്നെ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പകുതി പേരും ഓൾറെഡി അവിടെ ഉള്ള ആൾക്കാരാണ്, ലൈക്ക് ആ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ആക്ച്വലി ആദ്യം ചെല്ലുമ്പോൾ എന്നോട് ലൈക്ക് എന്താണ് ഫുള്ളി സംഭവം എന്നൊന്നും പറഞ്ഞില്ല. സൂര്യ സാറിൻ്റെ മൂവിയാണെന്ന് പറഞ്ഞു. എനിക്ക് ജെബിമാന്നോ ഇതാണ് ക്യാരക്ടറൊന്നും ഒന്നും അറിയില്ലായിരുന്നു. അവിടെ ചെന്നിത് കാണിച്ചു തരുമ്പോൾ ലൈക്ക് ഞാൻ ആദ്യം എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ഇതായിരുന്നു. ലൈക്ക് ഫസ്റ്റ് കയറി ഞാൻ ആദ്യത്തെ ഒരു ഡയലോഗ് എടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഓക്കെയാണ്, പറ്റുന്നുണ്ട്, ഈ ഒരു ഇത് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ പോകെ ലൈക്ക് ആ സിനിമ എന്താണെന്നോ അതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ല. സോ ഐ വാസ് ലിവിങ് ഇൻ ഇറ്റ് എന്ന് പറയാം. നമ്മളത് ഇപ്പോൾ കഥ അറിഞ്ഞു വെച്ച് കാണുകയല്ലോ. അപ്പോൾ ഓരോ സെക്കൻഡ് പോകുമ്പോഴും ആ ക്യാരക്ടർ ആവാൻ എന്നെ അത് ഹെൽപ്പ് ചെയ്തു. ലൈക്ക് ഞാൻ അതിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലിലാണ് ഞാൻ ആ പടം ഡബ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ദേവയാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം സീരിയലിൽ ഒരുവിധം എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും ഡബ് ചെയ്യുന്നത് ഇപ്പൊ സാന്ത്വനത്തിലെ രക്ഷയ്ക്ക് അല്ലെ അപ്പുവിന്റെ സൗണ്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ദേവയാനിലൂടെയാണ്. പിന്നെ സീതപ്പെണ്ണില് അർച്ചനയ്ക്ക് ഡബ് ചെയ്യുന്നതും ദേവയാനിയാണ്. അതൊക്കെ ഒരു രസമായിട്ട് അങ്ങനെ പോകുന്നു. ശരി, താങ്കൾ വേറെ ഏതൊക്കെയാണ്? ഇപ്പം ഈ RR ഉണ്ട്, അതില് NTR സാറിന് വേണ്ടിയിട്ട്, ജൂനിയർ NTR സാറിന് വേണ്ടി ഡബ് ചെയ്തു. ബാഹുബലിയില് പ്രഭാസ്, ഇപ്പൊ KGF-ന് ഇനി വരാൻ എന്തെങ്കിലും കിടിലൻ ഐറ്റം ഉണ്ടോ? വരാനുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. കിടിലനാണോ? ആണ്, തീർച്ചയായിട്ടും. ഈ അന്യഭാഷയിൽ ഡബ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ, അതായത് ഞാൻ 2006 സ്റ്റാർട്ട് ചെയ്യുന്നത് ജയരാജ് സാറിന്റെ മൂവിയിലാണ്, അശ്വാരൂഢനിലാണ്. അത് കഴിഞ്ഞ് ഒരു മാടമ്പി ലാൽ സാറിന്റെ, മോഹൻലാൽ സാറിന്റെ ഫിലിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു 2008 മുതൽ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ ഒരു ക്യാരക്ടറിന് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഡബിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ വോയിസിന് എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? എനിക്കങ്ങനെ, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ശരി. എസ്പെഷ്യലി ഇപ്പൊ ഞാൻ 3 വയസ്സിലെ ഡബ് ചെയ്യാൻ തുടങ്ങിയതാണ്. 3 വയസ്സിൽ? യെസ്. അമ്മ ഡബിങ് ആർട്ടിസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്നു അങ്ങനെ നിൽക്കുന്നു. അമ്മ ഇപ്പോ പണ്ടത്തെ സിനിമകൾക്ക് അങ്ങനെ ഡബ് ചെയ്തോണ്ട്? അമ്മ പണ്ട് മുതലേ, ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല പെട്ടെന്ന്. പക്ഷെ എന്നാലും അമ്മയും എത്ര വർഷം, അമ്മ ഏഷ്യാനെറ്റിന്റെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അമ്മ ഡബ് ചെയ്യുന്നുണ്ട്, പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്, ഡബിങ് കോർഡിനേറ്റർ ആണ്. 3 വയസ്സിൽ ദേവയാനി ഡബ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സീരിയൽസ് തുടങ്ങും. അതിപ്പോ അമ്മയുടെ, ഇപ്പൊ ഒബ്വിയസ്ലി നമ്മൾ ഡബ് ചെയ്യാൻ അമ്മയുടെ ഒപ്പം പോകുമ്പോൾ കൂടെ ഇരിക്കുമ്പോൾ ഒന്ന് ഡബ് ചെയ്ത് നോക്കുന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വെറുതെ ഒരു ദിവസം മൈക്കിന്റെ മുന്നിൽ പിടിച്ചിരുത്തി, അങ്ങനെ ഇരുത്തി ചെയ്തപ്പോൾ കറക്റ്റ് സിങ്കിൽ പറഞ്ഞു മോഡുലേഷൻ ഉണ്ട്. അന്ന് തൊട്ട് പിന്നെ ഡബ് ചെയ്യാൻ തുടങ്ങി. എന്നെ എനിക്ക് തോന്നുന്നു ഇതുവരെയും അങ്ങനെ ഞാൻ നിർത്തിയിട്ടില്ല വർക്ക്. ആ ഒരു 3 വയസ്സ് തൊട്ട് ഇന്നിപ്പോ
പ്രസന്റ് ഡേ വരെ ഇപ്പൊ എത്ര വയസ്സിൽ 23 years of experience. 23 years of എക്സ്പീരിയൻസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അടിപൊളി. ഡബിങ് ചെയ്യുന്നതോട് നിങ്ങളോട് രണ്ടുപേരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അഭിനയത്തിൽ താല്പര്യമുണ്ടോ? പിന്നെ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും. അത് അല്ല, ഞാനൊരു 6-7 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാലഘട്ടത്തിൽ സീരിയലിൽ വില്ലനായിരുന്നു. ഏത് സീരിയലാണ്? ഞാൻ ഒരു എല്ലാ സീരിയലും കാണാറില്ല. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന പുരുഷോത്തമൻ സാർ ഡയറക്ട് ചെയ്ത ഒരു സീരിയലിൽ, മനോരമയില് അല്ലല്ല സൂര്യയിൽ ഉണ്ടായിരുന്നു. അതെ അതെ, മനോരമയിൽ ഞാൻ പൊന്നമ്പിളി എന്ന് പറയുന്ന സീരിയൽ ചെയ്തിട്ടുണ്ട്. ഓ, പൊന്നമ്പിളി. ആ, അതില് ഞാൻ മനീഷിന്റെ കൂടെ, ഞാനും മനീഷും കൂടെയാണ് അഭിനയിച്ചത്. അന്ന് ഈ താടി ഉണ്ടായിരുന്നോ? ഇല്ല, അന്ന് കുറച്ചുകൂടി അതായിരിക്കും. ആ സീരിയലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സമയം വേറൊരു വഴിക്ക് അങ്ങനെ പോയത് കൊണ്ട് ചെയ്യാതായതാ. അപ്പൊ ഇനി മനസ്സിലാ അഭിനയ വേഷം ഇങ്ങനെ കിടക്കാണ്. നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. നല്ല ക്യാരക്ടേഴ്സ് അല്ല, എന്തെങ്കിലും കിട്ടിയാലും നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കും, ഉറപ്പാ. ഇനി ദേവയാനി പറയൂ. ദേവയാനിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നല്ല പറഞ്ഞു? ഇല്ല എന്നാ പറഞ്ഞത്. അതെന്താ കാരണം? കുഞ്ഞിലെ മുതലേ ഇതിൽ വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഫ്രണ്ടിലേക്ക് വരാൻ തോന്നിയിട്ടില്ല. കുഞ്ഞിലെ സ്റ്റുഡിയോ പോകുമ്പോഴും ചോദിക്കും മോൾ അഭിനയിക്കുന്നു. അപ്പൊ ഞാൻ കുഞ്ഞിലെ പറഞ്ഞിട്ടുള്ളതും അഭിനയിക്കുന്നില്ല, എനിക്ക് വേണ്ട, എനിക്ക് ഡബ് ചെയ്താൽ മതി എന്നാ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ എന്തോ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. ചോദിക്കാറുണ്ട് ചിലർ ചെയ്യുന്നു എന്നൊക്കെ, ഇടയ്ക്ക് പക്ഷെ ചെയ്യണം എന്നൊക്കെ തോന്നി. ലൈക്ക് ഒരു ടൈം ആയപ്പോ തോന്നി. പിന്നെ വെച്ച് വേണ്ട, കുഴപ്പമില്ല, നമുക്ക് ഡബിങ് മതി.